നഖങ്ങളിൽ നല്ല തിളക്കം കിട്ടാൻ സഹായിക്കുകയും ചെയ്യും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് PSC വ്ലോഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നഖവും നഖത്തോടൊപ്പം തന്നെ നമ്മുടെ കൈകളും എങ്ങനെ നമുക്ക് വൃത്തിയായിട്ടും തിളക്കത്തോടെയും സൂക്ഷിക്കാന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ നഖങ്ങൾ എന്ന് പറയുന്നത് കെരാറ്റിൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പോഷകാംശങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളൊക്കെയാണ് നമ്മുടെ നഖങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊടുക്കേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നഖങ്ങളൊക്കെ നീട്ടി വളർത്തി ഒന്ന് ചെറുതായിട്ട് തുടങ്ങുമ്പോൾ തന്നെ പൊട്ടി പൊട്ടി പോവുക, വിട്ടു പോവുക. പിന്നെ അതുകൂടാതെ നഖത്തിന്റെ രണ്ട് ഭാഗത്തും ഇങ്ങനെ ക്യൂട്ടിക്കൾ ഉണ്ടാവില്ലേ, അതിങ്ങനെ അടർന്ന് നിൽക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ നഖങ്ങൾ വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ. നമ്മൾ ഒരു കാര്യം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നഖങ്ങൾ നല്ല ഭംഗിയായിട്ടും തിളക്കത്തോടുകൂടി ഇരിക്കുകയും ചെയ്യും. ഈ നഖങ്ങളോടൊപ്പം തന്നെ നമ്മുടെ കൈകളും കൂടി സംരക്ഷിക്കാം കേട്ടോ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ചെയ്യണേന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ആദ്യം നമുക്ക് കുറച്ച് പാലെടുക്കാം. എന്നിട്ട് പാലിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കൈകൾക്ക് നല്ല മൃദുത്വം ഉണ്ടാകുവാനും പിന്നെ നഖങ്ങൾ പൊട്ടാതിരിക്കാനും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ഒരു പഞ്ഞി മുക്കിയിട്ട് നമ്മുടെ നഖവും കൈകളും കൂടി ചേർത്തിട്ട് ഇതുപോലെ തേച്ച് ഇങ്ങനെ കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്യണം. ഈ സമയത്ത് നമുക്ക് നഖങ്ങളിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്രീമും കൂടി റെഡിയാക്കി എടുക്കാം കേട്ടോ. ക്രീം തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ചട്ടി ഒന്ന് ചൂടാക്കാം. ചട്ടി ചൂടാക്കിയതിനു ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കുക. കടുക് നല്ലതുപോലെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് 1 സ്പൂൺ വാസലിൻ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ വാസലിൻ നമ്മൾ ഇനി ഇളക്കിയൊന്നും കൊടുക്കേണ്ടത്, അത് തനിയെ അതിക്കുന്ന ഒരു ചൂട് കൊണ്ട് നല്ലപോലെ മെൽറ്റ് ആകും. അതിനുശേഷം നമുക്ക് ഈ കടുകൊക്കെ എടുത്ത് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി തണുത്ത് കഴിയുമ്പോൾ ഈ ഒരു ക്രീമി ടെക്സ്ചറിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് ഏതെങ്കിലും ഒരു ബൗളിലോട്ടൊക്കെ എടുത്ത് മാറ്റി വെക്കാം. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ 2 or 3 തുള്ളി എടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ കൈകളിലും നഖങ്ങളിലും പ്രത്യേകിച്ചും തേച്ച് കൊടുക്കാം കേട്ടോ. നഖങ്ങളിൽ നല്ല തിളക്കം കിട്ടാൻ സഹായിക്കുകയും ചെയ്യും. നമ്മൾ എല്ലാ ദിവസവും രാത്രി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ നഖങ്ങളിൽ കടുകെണ്ണയും വാസലിനും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്തതെന്ന് എല്ലാവരും കണ്ടല്ലേ. ആഴ്ചയിൽ ഒരിക്കലും മാത്രം നമ്മുടെ പാല് മിക്സ് കൊണ്ട് നമ്മുടെ കൈകളും നഖങ്ങളൊക്കെ നല്ലതുപോലെ തുടച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ കടുകും വാസലിനും ചേർന്ന എണ്ണ ഒരു ബോക്സിലോ ഡെപ്പിയിലൊക്കെ ആക്കി വെക്കുക കേട്ടോ. എന്നിട്ട് എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുന്നതിന് മുൻപ് നമ്മുടെ കൈകളിലും നഖങ്ങളിലൊക്കെ നല്ലതുപോലെ തന്നെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. നമ്മുടെ കാലുകളിലും നമുക്ക് ഇത് തേച്ച് കൊടുക്കാം കേട്ടോ. ഒരു പ്രശ്നവും വരത്തില്ല. കാലുകളിലും നഖങ്ങളും നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് വളരാൻ വേണ്ടി തിളക്കത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നഖങ്ങൾ പൊട്ടിപ്പോകുന്നു എന്ന് പറയുന്നവർ പിന്നെ നഖങ്ങളിൽ മഞ്ഞ കളർ ഉണ്ടാവുന്നു എന്ന് പറയുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുക്കളയിലൊക്കെ പെരുമാറുമല്ലോ. അപ്പൊ ആ സമയത്തൊക്കെ കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ കൈകളിലൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ പാത്രമൊക്കെ കഴുകാനുണ്ടെങ്കിൽ കഴുകുക കേട്ടോ. അപ്പൊ നമ്മുടെ കൈകളിലുള്ള എണ്ണമയം, ആ ഒരു മോയ്സ്ചറൈസേഷൻ ഉണ്ടല്ലോ, അത് കുറയാതെ അങ്ങ് അവിടെ തന്നെ നിൽക്കുന്നുണ്ടാകും കേട്ടോ. ഇനി അതും ബുദ്ധിമുട്ടാണ് എന്നുള്ളവർ ഗ്ലൗസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഈ സോപ്പ് പൊടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി കെയർഫുൾ ആയിട്ട് നമ്മുടെ കൈകളെ നോക്കാം കേട്ടോ. കാരണം നമ്മുടെ കൈകൾ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നല്ല രീതിയിൽ സൂക്ഷിച്ച് കൊണ്ടുപോകേണ്ട ഒരു കാര്യം കേട്ടോ. കാരണം നമ്മുടെ കൈകൾ കൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ കൈകളെ നല്ല രീതിയിൽ നമ്മൾ സംരക്ഷിച്ചു വെക്കുക. കയ്യിലെ നഖങ്ങളെ നല്ല രീതിയിൽ നോക്കി വെക്കുക. പിന്നെ നമ്മുടെ കാലുകളിലെ നഖങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് സംരക്ഷിച്ച് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ. പിന്നെ നഖം വല്ലാതെ പൊട്ടിപ്പോകുന്ന എന്ന് കംപ്ലൈന്റ് ഉള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നഖം ഒത്തിരി അങ്ങ് നീട്ടി വളർത്താതിരിക്കുക കേട്ടോ. ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് വളർത്താതിരിക്കുക കേട്ടോ. പിന്നെ കൈകളിൽ ഡാർക്ക് കളർ നെയിൽ പോളിഷിന് പകരം ലൈറ്റ് കളർ ആയിട്ട് നെയിൽ പോളിഷുകൾ അടിക്കുകയാണെങ്കിൽ കൈകളിൽ ആ ഒരു വിരലുകളൊക്കെ മഞ്ഞ കളർ കാണുന്നത് അങ്ങ് ഒഴിവായി കിട്ടും കേട്ടോ. അങ്ങനത്തെ ആ ഒരു മഞ്ഞ നിറമൊന്നും വരത്തില്ല. പിന്നെ നമ്മൾ നഖങ്ങളിൽ നമ്മളൊരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നെയിൽ പോളിഷ് അടിച്ചതിന് ശേഷം അതിന് മുകളിലാണ് നമ്മൾ ഈ കളർ ആയിട്ടുള്ള നെയിൽ പോളിഷ് ഒക്കെ അടിക്കുകയാണെങ്കിൽ നമ്മുടെ നഖങ്ങൾക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ നൽകാൻ ഇത് സഹായിക്കും കേട്ടോ. പിന്നെ ആ ഒരു മഞ്ഞ നിറം പെട്ടെന്ന് പിടിക്കത്തുമില്ല. അതൊരു ട്രിക്ക് തന്നെയാണ് കേട്ടോ. ട്രിക്ക് അല്ല, ഒരു ടിപ്പ് തന്നെയാണ്. അപ്പൊ നമ്മുടെ നഖങ്ങളെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാമെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാം. ഡിയേഴ്സ്, ബൈ, ടേക്ക് കെയർ ഓൾ.